ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി സാധാരണ ഓഫ് റോഡ് ഹായ് മക്കൾസ്, ഇത്തവണ മക്കളെയും കൂട്ടിയുള്ള വെക്കേഷൻ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് കാന്തല്ലൂർ മറയൂർ ഭാഗത്തേക്ക് തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ കാന്തല്ലൂരായിരുന്നു പോയത്, അവിടെയാണ് സ്റ്റേ ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ സ്റ്റേ അറേഞ്ച് ചെയ്തേക്കുന്നത് മറയൂരാണ്. അല്പം ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയൊരു സ്ഥലമാണ് കേട്ടോ. അതിന് ചെന്ന് കഴിഞ്ഞാൽ അറിയുള്ളൂ അത് എത്രത്തോളം അടിപൊളിയാണ് എന്നുള്ളത്. നമ്മൾ 4:45 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി ഉദുമൽപേട്ട പൊള്ളാച്ചി വഴിയാണ് പോകുന്നത്. അങ്ങനെ പോയി ചിന്നാർ കയറി അവിടുന്ന് മറയൂർ പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇവിടെ നിന്നൊരു 4-5 മണിക്കൂർ കൊണ്ട് നമ്മൾ മറയൂർ എത്തിച്ചേരും കേട്ടോ. ഉദുമൽപേട്ട എത്തിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാറ്റാടിപ്പാടങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ പൊള്ളാച്ചി എത്തിയാൽ പറയേണ്ട ദാ ഈ ഒരു പുളിമരങ്ങളുടെ ഭംഗി, ഒരു ടണൽ പോലെ തോന്നുന്ന പുളിമരങ്ങൾ റോഡിന് ഇരുവശത്തുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഏർലി മോർണിംഗ് പോകുമ്പം അവിടുത്തെ ഒരു മോർണിംഗ് ലൈഫൊക്കെ കാണാൻ പറ്റും കേട്ടോ. റോഡ് സൈഡിലുള്ള വീടുകളിലൊക്കെ പുറത്ത് കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടാവും. അവിടെ അച്ഛനും മക്കളൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നതും അത് നല്ലൊരു രസമാണ് കാണാനായിട്ട്. പിന്നെ നമ്മൾ വാൽപ്പാറ പോകുന്ന റൂട്ട് തന്നെയാണ് ഇത്. ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് വാൽപ്പാറയ്ക്ക് വേറെ റൂട്ട്, ചിന്നാർ ആ ഒരു ഭാഗത്തേക്ക് മറയൂർ ഭാഗത്തേക്ക് വേറെ റൂട്ടാണ്. നമ്മൾ ഈ കാണുന്നത് പഴനി മലനിരകളാണ്. നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പം പഴനിയിലേക്ക് കാൽനടയായിട്ട് ചെരുപ്പൊന്നും ഇടാതെ ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന പോലെ കാവടിയൊക്കെ ഏന്തിയിട്ടൊക്കെ പോകുന്ന ഒരുപാട് ഗ്രൂപ്പ്സിനെ കാണാനായിട്ട് സാധിക്കും. നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ. പുറമേ നമുക്ക് ഡ്രൈനെസ് ഒക്കെ ഫീൽ ചെയ്യുമെങ്കിലും പൊള്ളാച്ചിയൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തെങ്ങിൻ തോപ്പുകളും ഇതുപോലെ പുളിമരങ്ങളും അല്ലാതെയൊക്കെ പച്ചപ്പും മലനിരകളൊക്കെ നന്നായിട്ട് കാണാനും സാധിക്കും കേട്ടോ. പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചൂടുന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങനെ നമ്മൾ ഫൈനലി ചിന്നാറെത്തി. ഇവിടെ നമ്മൾ എൻട്രി ചെയ്യുമ്പം ചെറിയൊരു ഫീ അടയ്ക്കണം, 50 രൂപയാണ്. നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ എക്സിറ്റ് ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫീ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ എൻട്രി ചെയ്യുമ്പം ഒരു എൻട്രി ഫീ നമുക്ക് അടയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്നാറ് കാട്ടിലേക്ക് കടന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ എപ്പോഴും തോന്നിയിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ വീതിയില്ലായ്മയാണ് കേട്ടോ. നല്ല റോഡൊക്കെയാണ്, അങ്ങനെ ഗട്ടറോ കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും തീരെ വീതിയില്ല. അപ്പോൾ വേറൊരു വണ്ടി വലുത് വന്നിട്ടുണ്ടെങ്കിൽ സൈഡ് കൊടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. പിന്നെ ആ ഒരു റോഡിൻ്റെ ഹെഡ്ജ്, അതും ആ ഒരു എന്താ പറയുക, കാടിൻ്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ, അതിലേക്കുള്ള ഒരു ഹൈറ്റ് എന്ന് പറയണത് അത്യാവശ്യം നല്ല ഹൈറ്റാണ്. അപ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഫസ്റ്റ് നമുക്ക് കണ്ടത് കാട്ടുപോത്തിനെയാണ്. അങ്ങ് ദൂരെ ആയതുകൊണ്ടും നമ്മുടെ ക്യാമറയ്ക്ക് വലിയ ഒരു കഴിവൊന്നും ഇല്ലാത്തത് കൊണ്ടും ചെറിയൊരു പൊട്ട് പോലെ കാണാൻ പറ്റുള്ളൂ. പിന്നെ അതാ നാട്ടിൽ എത്ര മയിലിനെ കണ്ടു എന്ന് പറഞ്ഞാലും കാടിൻ്റെ ഉള്ളിൽ മയിലിനെ കാണുമ്പോൾ നമ്മൾ വണ്ടി നിർത്തുക എന്ന് പറയും. ഇവിടെ അങ്ങനെ നിർത്താൻ അങ്ങനെ പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ മെല്ലെ സ്ലോ ചെയ്ത് പോയി ആ വീഡിയോ എടുത്തു. ഇത് 2 പെൺമയിലുകളുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ട്യൂൺ ചെയ്യാനുള്ള പരിപാടിയിലാണ് പുള്ളി. ഇങ്ങനെ ഇണയെ ആകർഷിക്കുന്ന സമയത്ത് എന്താ ഇവർ പുറകിലത്തെ ചിറകുകൾ ഉരുമിയിട്ട് ഒരു പ്രത്യേകതരം സൗണ്ടൊക്കെ പുറപ്പെടുവിക്കും. ശരിക്കും ഈ ഒരു പീലിയുടെ ഭാരം ഇവന്മാർ ചുമക്കുന്നത് തന്നെ ഇണയെ ആകർഷിക്കാനാണ്. നമുക്കും ഒരു ആകർഷണം തോന്നാറില്ലേ ആ ഒരു ഭംഗി കണ്ടിട്ട്. പിന്നെ നമുക്ക് കാണുന്ന മറ്റൊരു പക്ഷിയാണ് ചങ്ങാലിപ്രാവ്. ഇതിൻ്റെ ഒരുപാട് കൂട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ചിന്നാറ് വൈൽഡ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബേർഡ്സിൻ്റെ ഒരു സംഗീതം തന്നെയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് പക്ഷികളെ കാണാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും ഒന്നും വീഡിയോ എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പം അല്ലെങ്കിൽ നമ്മൾ അതിനായിട്ടൊക്കെ വരേണ്ടി വരും. അപ്പോൾ അതാ നല്ല ഭംഗിയാണ് പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെ. ഇത് ഹനുമാൻ കുരങ്ങ്. ഇവരൊക്കെ കാണുന്ന ചില ഏരിയാസ് ഉണ്ടാവും കേട്ടോ. അപ്പം അവിടെ ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഇന്ന ജീവികളെ കാണാൻ കഴിയുന്നുള്ളത്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്കവരെ കാണാൻ സാധിക്കും. ഞങ്ങൾ താഴത്തേക്കൂടെ ഒരു ആറൊക്കെ ഒഴുകുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പർ, എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. താഴെയായിട്ട് വലിയൊരു ആറ് ഒഴുകുന്നുണ്ട് കേട്ടോ. എന്താ വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല, നമ്മൾ വണ്ടിയിലും കൂടി ഇരിക്കുന്നതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. പക്ഷെ അതിങ്ങനെ ഒഴുകുന്ന സൗണ്ട് ഇങ്ങനെ നന്നായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോയിൽ, ശ്രദ്ധിച്ചാൽ മതി. നല്ല ഭംഗിയാണ്. എനിക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒന്നാണ് പ്രകൃതി എന്ന് പറയുന്നത്. എനിക്കെന്നല്ല, മിക്കവർക്കും പ്രകൃതി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും.
ഒരു നേരമെങ്കിലും ഒരു നേരം സേഫ് ആയിട്ട് ഫുഡ് കഴിക്കാലോ എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ എവിടെ പോയാലും എപ്പോൾ പോയാലും ഫുഡ് കയ്യിൽ കരുതാറുണ്ട്. നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ചപ്പാത്തിയും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ മുട്ടക്കറിയൊക്കെ ഇവിടെ വന്നിട്ട് കഴിക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരിഞ്ഞ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു. മറയൂർ എത്തിയതിന് ശേഷമാണ് കേട്ടോ കഴിച്ചത്. നമ്മളൊരു 8:30-9 ആവാറായപ്പോഴേക്കും മറയൂർ എത്തി. ഫുഡ് കഴിക്കുന്ന സീനാണ്. ഇനി നമ്മളടുത്ത് ചന്ദനക്കാട്ടിലേക്കാണ്. ഫോണ്ട് കൂട്ട ഒറ്റ ചാട്ടത്തിനെ വെറുപ്പിക്കില്ല നിങ്ങളേലേ. എടി കോക്കറി ആട്ടരുത് കേട്ടോ, അങ്ങ് ദേഷ്യം വരുന്നേ. മക്കളെയും കൊണ്ടൊക്കെ പോകുമ്പം ഇങ്ങനെ തന്നെയാണ്. നമ്മൾ സാധാരണ പോലെ പറഞ്ഞാലൊന്നും അവർക്ക് അത് മനസ്സിലാക്കാനുള്ളൊരു കഴിവൊന്നും പ്രായമൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മളൊന്ന് ഒച്ചിടേണ്ടി വരും. അപ്പോൾ പുറകെ തന്നെ കണ്ടില്ലേ, അവർ ഭയങ്കരമായിട്ടും കോക്കറി കാണിക്കുമായിരുന്നു. അപ്പം അവർ കുറങ്ങി ഇറിറ്റേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കി. ചിലപ്പോൾ നമ്മുടെ മേത്തേക്ക് ചാടി വീഴാനും മതി. അങ്ങനെ നമ്മളിതാ ചന്ദനക്കാട്ടിലേക്ക് കടന്നു. ഇവിടെ എത്തിയാൽ മറ്റു മൃഗങ്ങളെ ഒന്നും കാണാൻ സാധിച്ചില്ലെങ്കിലും മാൻ നമ്മളെ നിരാശപ്പെടുത്താറില്ല കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മാനിൻ്റെ ഗ്രൂപ്പ്സിനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ നോക്കിയാൽ അറിയാം. അപ്പോൾ ഇപ്രാവശ്യവും നമ്മൾ എന്തായാലും മാനിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. ആൾ സഞ്ചാരങ്ങളൊക്കെ ഉള്ളതാണ്, വണ്ടികൾ പോകുന്നതാണ്. ഇത് കഴിഞ്ഞ് വീണ്ടും ഗ്രാമങ്ങളുണ്ട്, കരിമ്പ് പാടങ്ങളുണ്ട്, മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറികളുണ്ട്. പിന്നെ ഇതൊക്കെ താണ്ടി വേണം നമുക്ക് നമ്മുടെ സ്റ്റേ അറേഞ്ച് ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട് കേട്ടോ. ഇത് അങ്ങ് ദൂരെ മാൻകൂട്ടങ്ങൾ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെയുള്ളവർക്ക് സാധാരണ ആടിനെയും പശുവിനെയും കാണുന്ന പോലെയൊക്കെ തന്നെയായിരിക്കും ഈ മാൻകൂട്ടങ്ങളെ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. യാത്രയും പ്രകൃതിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ മറയൂർ. നമ്മുടെ കേരളത്തിലെ മാൻമെയ്ഡ് അല്ലാത്ത ചന്ദനത്തോട്ടം ഉള്ളതും മറയൂർ തന്നെയാണ്. ഏറ്റവും ക്വാളിറ്റിയുള്ള ചന്ദനം വളരുന്നതും അതാ ഇവിടെ തന്നെയാണ് കേട്ടോ. ഈ കാണുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ചന്ദനമരങ്ങളുണ്ട്. ഒരു കണിക്കൊന്ന പൂ തൊലഞ്ഞ് വലഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ചോട്ടിൽ ഇതാ മാൻകൂട്ടങ്ങളുണ്ട്. എന്ത് ഭംഗിയുള്ള കാഴ്ചകളാണ് അല്ലേ. എത്ര വന്നാലും മതി വരാത്ത ഒരു സ്ഥലമാണ് മറയൂരെന്ന് എനിക്ക് അതിൻ്റെ ഭംഗി കാണുമ്പോൾ തോന്നാറുണ്ട്. പിന്നെ ഒരുപാട് ഫ്ലോറാസ് ആൻഡ് ഫോണാസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഭാഗം. ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് പൂക്കളുടെയും സസ്യങ്ങളുടെയൊക്കെ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പം ഈ ഒരു വീഡിയോ ഭയങ്കര ലെങ്തി ആവും. അപ്പോൾ ഞാൻ അതിൻ്റെ മാത്രമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഭയങ്കര ഒരു നല്ല ഒരു കാഴ്ച തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മളിതാ കാന്തള്ളൂർ എത്തി. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് ഇതുപോലെ കോവിലുകൾ കാണാൻ പറ്റും കേട്ടോ. ഇത് ഏതോ അമ്മനാണ്. നമ്മളെപ്പോലെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഇങ്ങനെ അമ്പലങ്ങളൊന്നും ഇവിടെ അങ്ങനെ നിർബന്ധമില്ല. അങ്ങനെ നമ്മൾ കാന്തള്ളൂർ എത്തി. ഇവിടെ ഫ്രൂട്ട്സ് മേടിക്കാനൊക്കെ ആയിട്ട് നിർത്തിയേക്കുവാണ്. പിന്നെ ഒരാളെ കാണാനും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ കയറിയതാണ്. ഇവിടെ നമുക്ക് വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുവേ. ഇവിടെ കളറിന് നല്ല കളത്ത് നല്ല പഴുത്തത് ഇട്ടുന്ന കളർ കുറച്ച് കായ് ഇതിലിട്ടുന്ന കളർ കണ്ടു. എത്രയൊന്നും ഇത് സ്ട്രോബെറി 400 രൂപ, ഫേസം വിട്ട് 300 ലിറ്റർ. ഇവിടുത്തെ തണുപ്പിൽ ഫ്രൂട്ട്സും പൂക്കളും ഒന്നും വാടി പോവാറില്ല അല്ലേ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴായിരിക്കും കൊഴിഞ്ഞു വീഴുക എന്നുള്ളത്. എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ കൊഴിഞ്ഞു വീഴുന്ന അത്ര വേഗത്തിലൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ കവിത ചേച്ചിയുടെ കടയിൽ നിന്നും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടോ. ഒരു വൈറ്റ് കളർ പാറ്റൻ ഫ്രൂട്ടാണ് കിടക്കുന്നത്. ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് ഇപ്രാവശ്യമാണ് കാണുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്നും കണ്ടിട്ടില്ല. മാങ്ങകളുണ്ട്. ഇവിടെ തന്നെ ഉണ്ടാവുന്ന ഫ്രൂട്ട്സുകളാണ് ഇതൊക്കെ കേട്ടോ. പ്ലം ഉണ്ട്, അവക്കാഡോ ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നിലക്കടലയുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി കേട്ടോ. നമ്മൾ കാണാൻ വന്ന ആളെ നമുക്കിവിടെ കാണാൻ സാധിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പം ആൾക്ക് ഇവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും സ്ട്രോബെറി തോട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രോബെറി നിസ്സാര പൈസയ്ക്ക് ഒരുപാട് തന്നു കേട്ടോ. പിന്നെ മഴക്കാലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രോബെറി ഒക്കെ അളിഞ്ഞു തുടങ്ങും. ഇത് പച്ചയല്ലേ കടല? വേവിച്ച് സവോളൊക്കെ ഇട്ട് പ്ലം ആട്ടത് ഇവിടെ ഉണ്ടാവണം. പ്ലം ആണ്, നല്ല മധുരം എന്ന് അവർ പറഞ്ഞു. അപ്പൊ അങ്ങനെ മേടിച്ചു. ഇത് ഒരു ഇതിന് ഇത്രയടാ 80 അല്ലേടാ പറഞ്ഞേ? പ്ലമ്മിന് 80, സ്ട്രോബെറിക്ക് എന്താ 100 ഗ്രാം 60.
അങ്ങനെ പറഞ്ഞു. നമ്മൾ 100 രൂപയ്ക്ക് മേടിച്ചു. നമ്മുടെ ആള് പിന്നെ പാഷൻ ഫ്രൂട്ടിന് ഒരു ഇതിന് 100 രൂപ. എന്തങ്ങനെ ആ പ്ലം കഴിച്ചു നോക്കാം. അടിപൊളി കേട്ടോ, ഒട്ടും പൊളിയില്ല, വെറും മധുരം മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. കടയിൽ മേടിക്കാൻ പ്ലം പോലെ അല്ല, അത്ര വലിപ്പമില്ല കേട്ടോ. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കുന്ന പ്ലമ്മിന്റെ വലിപ്പമില്ല. ഇത് വെറും മധുരമാണ്. അടിപൊളി. നമുക്കിവിടെ വന്ന ഇതാണ് വെറൈറ്റി, കുറച്ച് നല്ല ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ പറ്റും. ഞങ്ങൾ ഇത് എടുക്കാനായിട്ട് മലയാളം കയറി വന്നു. സ്ട്രോബെറി വാങ്ങാനായിട്ട് വന്നാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നാൽ പരിചയപ്പെട്ടു പോയതാണ്. അവര് നമുക്ക് എത്ര 150 രൂപയ്ക്ക് കുറേ സ്ട്രോബെറി എന്നുള്ള വീട്ടിൽ നിന്ന് പറിച്ചിട്ട് ഫ്രീ ആയിട്ട് തരാം. ആളെ കാണാൻ ആള് വരണം, അപ്പൊ കാണാൻ പോവാ. സൂപ്പർ. ഇതാണ് നമ്മൾ വാങ്ങിയ സ്ട്രോബെറി. എനിക്കൊരു തിരിവ് സ്ട്രോബെറി പോലെയാണ് തോന്നിയതെങ്കിലും നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതുകൊണ്ട് നമ്മൾ അവർ പറയുന്ന പൈസ കൊടുക്കണമല്ലോ. നമുക്ക് ആരെങ്കിലുമൊക്കെ തരുവാണെന്നുണ്ടെങ്കിലല്ലേ നിസ്സാര പൈസ കിട്ടുള്ളൂ. ഇതാണ് നമുക്ക് സ്ട്രോബെറി തന്ന ആൾ കേട്ടോ. അപ്പം ആൾക്ക് മുന്നേ അവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു മേലെയായിട്ട്. നമ്മൾ അതന്വേഷിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ഷോപ്പൊന്നും കണ്ടില്ല, പൂട്ടിയേക്കുവാണ്. അപ്പം ആളിതാ ഇവിടെ താഴെ ഒരു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വീണ്ടും ഒരു കുന്നിറങ്ങി താഴെ വന്നു ആളെ മീറ്റ് ചെയ്തു. ഹരിയേട്ടൻ അങ്ങനെയാണ് കേട്ടോ. ഹരിയേട്ടൻ പലരും പറയാറുണ്ട് വഴി കിടക്കുന്ന കല്ലിനോട് പോലും സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഹരിയേട്ടൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അതുകൊണ്ട് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. ഇത് നമ്മൾ വാങ്ങിയ പ്ലം ആണ് കേട്ടോ. നല്ല പഴുത്ത പ്ലം നോക്കി എടുത്തപ്പം പഴുത്ത അധികമായ പ്ലംബും ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. 2-3 എണ്ണമൊക്കെ അത്ര കഴിക്കാൻ പറ്റാത്ത പോലെ പഴുത്തു പോയായിരുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ തക്കാളി പോലെയൊക്കെ ഉണ്ടല്ലേ, ചെറിയ തക്കാളി പോലെ. മറയൂരിൻ്റെ ഭംഗി കണ്ടു തന്നെ ആസ്വദിക്കണം. നമ്മൾ എത്ര ക്യാമറയിൽ പകർത്തിയാലും അതിൻ്റെ എല്ലാ ഭംഗിയും ഒപ്പിയെടുക്കാനൊന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ ആ ഒരു തണുപ്പും ഫ്രൂട്ട്സും എല്ലാം ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഹെവൻലി ഫീലാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പിന്നെ ഇവിടുത്തെ പൂക്കളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ വിരിയുന്ന പൂക്കളേക്കാൾ ഭയങ്കര കളർഫുള്ളാണ്, നന്നായിട്ട് വളരുകയും ചെയ്യും. എല്ലാത്തിനും ഒരു എക്സ്ട്രാ കളറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഫ്ലവേഴ്സിൻ്റെയൊക്കെ കാണിക്കാവേ. അത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ വഴി സൈഡിൽ നിൽക്കുന്ന പൂക്കളാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു എന്താ പറയുക, പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ നമ്മൾ കാന്തല്ലൂർ പോയി ഫ്രൂട്ട്സൊക്കെ വാങ്ങി നമുക്ക് മീറ്റ് ചെയ്യേണ്ട ആളെ മീറ്റ് ചെയ്ത് തിരിച്ച് നമ്മൾ മറയൂർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊരു എന്താ പറയുക, ഒരു കയറ്റമാണ്. ഒരു പാറയൊക്കെ തുറന്നുണ്ടാക്കിയേക്കുന്ന വഴി പോലെയൊക്കെയാണ് റോഡ്. അപ്പോൾ നമ്മളിങ്ങനെ വളഞ്ഞ് ചുറ്റി ഈ ഒരു മല തിരിച്ചിറങ്ങി വേണം മറയൂർ ടൗണിലേക്ക് എത്തിച്ചേരാനായിട്ട്. ഈ പോകുന്ന വഴിക്ക് എവിടെയാണ് നമുക്ക് നമ്മളുടെ സ്റ്റേ. പക്ഷേ നമ്മൾ കുറച്ചൊന്ന് ചുറ്റിക്കറങ്ങേണ്ടി വന്നു കേട്ടോ. കുറച്ച് 2-3 പ്രാവശ്യം കണ്ട കയറി ഇറങ്ങേണ്ടി വന്നു ഫുഡ് മേടിക്കാനായിട്ടും നമ്മുടെ സ്റ്റേ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട്. നമുക്ക് ഗൂഗിൾ മാപ്പ് ഒന്നും ഇവിടെ വർക്കൗട്ട് ആയില്ല കേട്ടോ. കുറേ ഓപ്പൺ ചെയ്ത് നോക്കി, റേഞ്ച് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ചുറ്റിത്തിരിഞ്ഞു നമ്മുടെ സ്റ്റേ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങുമ്പം കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അവർക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ ട്രിപ്പ് പോവുകയാണെന്നുണ്ടെങ്കിലും വീട്ടിൽ വരുവാണെന്നുണ്ടെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ കഥകൾ കേൾക്കണം. അപ്പം നമ്മൾ പറയും പറ്റിയ പന്തരപുരത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞങ്ങനെ ഇറങ്ങി വരുവാണേ. അങ്ങനെ വന്ന് ചെറിയൊരു ഹോട്ടൽ കണ്ടു, അവിടുന്ന് ഫുഡ് മേടിക്കാൻ വേണ്ടി കയറി. ഇപ്പോൾ ഹോട്ടലിനോട് അടുത്തൊരു കടയുണ്ടേ. അപ്പം ഇവിടെ വരുമ്പം കാണുന്നൊരു കാഴ്ചയാണ്, വെളുത്തുള്ളി ഇങ്ങനെ തണ്ടോട് കൂടിയിട്ട് ഇങ്ങനെ കെട്ടി ഇട്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഇവിടെ വെളുത്തുള്ളി വെക്കുന്നത്. നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല. അതിൻ്റെ ഫ്രണ്ടിലത്തെ കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹട്ടുകളുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. കണ്ടോ പൂന്തോട്ടമൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. ഇത് നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ഫുഡൊന്നും എന്തോ എനിക്ക് അത്ര പറ്റിയില്ല. അങ്ങനെ ഫൈനലി നമ്മൾ എത്തിച്ചേരേണ്ട വഴിയൊക്കെ കണ്ടുപിടിച്ച് അതിലേക്ക് കൂടെ വരുവാണേ. നമുക്ക് 12 മണിക്കാണ് എൻട്രി ഇവിടേക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 12 മണി ആകുമ്പോഴേക്കും എത്തിച്ചേർന്നാൽ മതി എന്ന് പറഞ്ഞു. സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ അവിടെ വെച്ച് ഫുഡ് ഉണ്ടാക്കാമെന്ന് ആൾ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ ഫുഡ് മേടിച്ചിട്ട് അവിടെ ചെന്ന് കഴിക്കാമെന്നുള്ള പ്ലാനിൽ ആ ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ചു വന്നു കേട്ടോ. ചെറിയൊരു പോർഷൻ ചില്ലി ചിക്കന് എത്രയാ, നല്ല റേറ്റാണ് കേട്ടോ പറഞ്ഞത്. അതും വളരെ കുറച്ചുള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിലും ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്, പക്ഷേ റേറ്റ് നല്ല കൂടുതലുമാണ് കേട്ടോ.
എന്നാലും നമ്മൾ അതൊക്കെ മേടിച്ചു. ബിരിയാണി ഒന്നും നമുക്ക് കിട്ടിയില്ല. നമ്മൾ ബിരിയാണി ഉദ്ദേശിച്ചായിരുന്നു ചോദിച്ചത്. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു ഗ്രാമം തന്നെയാണ്, ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളെ കോൺടാക്ട് ചെയ്ത ആളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ വരെ കേട്ടോ നമ്മുടെ വണ്ടി വരത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീപ്പിൽ വേണം പോകാനായിട്ട്. ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ കാണുന്നുണ്ട് ജീപ്പ്. ആളുടെ പേര് രാജ എന്നാണ്. സത്യം പറഞ്ഞാൽ ഇതുപോലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമാണ് കേട്ടോ. നമ്മുടെ കുടജാദ്രി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് മറ്റൊരു എക്സ്പീരിയൻസ്. പക്ഷേ ഇതുണ്ടല്ലോ, നമുക്ക് പേടിയാവും കേട്ടോ. നമുക്ക് വീഡിയോയിലൊന്നും എത്രത്തോളം അത് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല, വീഡിയോയിൽ എന്തായാലും ഫീൽ ചെയ്യത്തില്ല. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം കേട്ടോ. ആ വെച്ചേക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ ജീപ്പിൽ, ആ പാട്ട് കേട്ട് കണ്ണടച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ശകലം ആശ്വാസം കിട്ടും. ആ പാട്ട് നിർത്തിയാൽ തീർന്നു. അപ്പോൾ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു കിടിലൻ സ്ഥലം തന്നെയാണിത്. ചില സ്ഥലത്തൊക്കെ എത്തുമ്പം പാറയൊക്കെ ഉണ്ടല്ലോ, 90 ഡിഗ്രി ആംഗിൾസ് ഞാൻ പറയുന്നില്ല, പക്ഷേ ഏതാണ്ട് അതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. ഒരു പ്രത്യേകിച്ച് ഒരു റോഡ് അല്ലെങ്കിൽ വഴിയെന്നൊന്നും പറയാനില്ല. ഈ ജീപ്പ് ഇങ്ങനെ പോയിട്ടുണ്ടായിരിക്കുന്ന ഒരു വഴിയെന്ന് തന്നെ വേണം പറയാനായിട്ട്. അത്രയ്ക്കും എന്താ പറയുക, നമ്മുടെ ഹൃദയമൊക്കെ താഴത്തേക്ക് വരുന്ന പോലൊക്കെ തോന്നും, പുറത്തേക്ക് വരുന്ന പോലൊക്കെ തോന്നും. അത്രയ്ക്കും ഭീകരമായിട്ടുള്ള ചില വഴികളൊക്കെ എത്തുന്നുണ്ട് ഇതിനകത്ത്. നടന്നു പോകണം. അന്ന് തുറച്ചാണല്ലോ. അവരുടെ വേണം മേടിച്ചിട്ട് വന്നാണ് പറഞ്ഞത്. പുറത്തുകൂടി
അയ്യോ ഓഫ് റോഡ് എങ്ങനെയുണ്ട്? നട്ടലിന്റെ ഡിസ്ക് ഇപ്പൊ 2 തലക്കന്ന് വലിച്ചെടുത്തിരുന്നൊക്കെയുള്ളൂ. ആ ഡിസ്കോ എന്റെ ഡിസ്കാ പറഞ്ഞ നട്ടലിന്റെ ഡിസ്കാ പറഞ്ഞു. ലാലോ എടാ പിള്ളേരെ എങ്ങനെയുണ്ടാ ഓഫ് റോഡ്? ഓഫ് റോഡ് കണ്ടറാ പേടി നല്ല വീട്ടിലെ പേടി മാത്രം ഉണ്ടായിരുന്നു. അതിനാണ് ദീപായി പോറിൽ പോറ 4 വീല് കൊടുക്കണ്ടാവും. നമ്മളിപ്പോ ആദ്യം പറഞ്ഞ വണ്ടിയില്ലേ അതന്നെ നമ്മൾ കൊടുത്താൽ മതി. അതിന് ടയർ ആയിട്ടില്ല. ഞാൻ ചെറിയ ടയറുണ്ട്. ചില ഇപ്പൊ സ്ഥിരം യാത്ര കുറെ ഉണ്ട്. അപ്പൊ അതിന് ടയർ നമ്മള് മാറ്റി. അവനെ ഓ നല്ല വർത്താനം പറയും. ഓനങ്ങനെ പഠിക്കുന്ന പ്രശ്നമില്ല. അതെ അവന് സംസാരം നിർത്തൂല. വർത്താനം പെട്ടെന്ന് കമ്പനിയാവും. ഈ ഒരു ടേൺ എത്തിയപ്പോഴേക്കും നമ്മൾ ശരിക്കും ഭയന്നു കേട്ടോ. വണ്ടി റിവേഴ്സ് ഇങ്ങോട്ട് പോന്നു. ആ വളവ് അങ്ങോട്ട് ഓടിച്ചിട്ട് കിട്ടാതായപ്പോൾ അയ്യോ ജീവൻ പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അവിടുന്നോ ഇതില് താമസിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഹട്ട് കേട്ടോ. നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. കുറേ റൂമുകളുണ്ട്. ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ ഡൈനിങ് ഒക്കെ വരുന്ന പുറത്ത് ആദ്യം കണ്ടില്ലേ ഒരു മണ്ണിട്ട സംഭവം, അതിനകത്താണ്. ഇവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ നടന്ന സ്ഥലമാണ്. പിന്നെ ടോയ്ലറ്റ് ദാ കാണുന്നതാണ് കേട്ടോ. സാധാ ടോയ്ലറ്റാണ്. ഇതാ ക്യാമ്പ് ഫയർ നടത്തുന്ന സ്ഥലം. അങ്ങനെ ഭയങ്കര ഒരു പോഷ് ലുക്കോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും നമ്മളിവിടെ പ്രതീക്ഷിക്കരുത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ വേറൊരു സംഭവം കണ്ടൊരു വാട്ടർഫാള്, അതിൽ അട്രാക്റ്റഡ് ആയിട്ട് വന്നതാണ് കേട്ടോ. എത്ര കണ്ട് നല്ലതാണെന്നൊന്നും എൻക്വയറി ചെയ്യാനൊന്നും നമുക്ക് ആരും കിട്ടാത്തതുകൊണ്ട് ജസ്റ്റ് വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു വാട്ടർഫാളായിരുന്നു മെയിനായിട്ടുള്ള നമ്മുടെ അട്രാക്ഷൻ. എനിക്ക് കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പൊക്കെ എല്ലാവർക്കും ഒന്നും പറ്റുന്ന വഴിയില്ല. നമ്മൾ അത്രയ്ക്കൊരു എന്താ പറയുക, അത്രയ്ക്കൊരു ഫെസിലിറ്റി പ്രതീക്ഷിച്ചിട്ട് വരരുത് കേട്ടോ. അത് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒഴിവാക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ വരാം. ഇവിടുത്തെ ടി വി ആണ് കാണുന്നത്. നമ്മുടെ പഴയ ടി വി, ഒരു കുഞ്ഞ് ടി വി. ഇവിടെ വരുന്നതാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുക. നമ്മൾ ഉച്ചയ്ക്ക് മേടിച്ചുകൊണ്ട് വന്ന് ഫുഡ് വിട്ടിരുന്ന് കഴിച്ചു. എന്നിട്ടിങ്ങനെ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. റേഞ്ച് ജിയോയ്ക്ക് റേഞ്ച് ഉണ്ട്. നമ്മുടെ വോഡഫോൺ ഐഡിയക്കൊന്നും ഇല്ല, എയർടെല്ലിനില്ല, ജിയോയ്ക്ക് തന്നെ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ BSNL കാണുമായിരിക്കും, അറിയത്തില്ല. ഒരു സാധാ ഒരു മലയാള ഗ്രാമത്തെ വീട്ടിൽ ചെന്നാലുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത് കേട്ടോ. എനിക്ക് പെട്ടെന്ന് എൻ്റെ ഇടുക്കി വീടൊക്കെ ഓർമ്മ വന്നു. അവിടെ ചെല്ലുമ്പോഴൊരു ഒരു സംഭവമൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇവിടെ വേറെ അടുത്ത് വേറെ ഹട്ടുകളോ അല്ലെങ്കിൽ ആൾതാമസമോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ചുറ്റുമുറമൊക്കെ കാടും മലയും തന്നെയാണ്. പിള്ളേർക്ക് ഇവിടെ ഇരിക്കുന്നത് ഇച്ചിരി ബോറടിയായിരുന്നു. നമ്മൾ വെറുതെ സൈഡിൽ കൂടെ ഒക്കെ ഇറങ്ങുവാണ് കേട്ടോ. ഇതൊരു 4 വർഷമായി ഇത് തുടങ്ങിയ പിന്നെ മെയിൻ്റെനൻസ് ഒന്നും നടത്തിയിട്ടില്ലാത്ത പോലെ കണ്ടപ്പോൾ തോന്നി. കുറച്ചും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തൊക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇത് ബെറ്ററായിട്ട് കുറേ നാൾ കൂടി അവർക്ക് നടത്താൻ പറ്റുമെന്ന് തോന്നി കേട്ടോ കണ്ടപ്പം. അങ്ങനത്തെ ഒക്കെ ഒരു ഫീലായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നമ്മളെന്തായാലും വന്നില്ലേ. ഒരു ദിവസം
സ്റ്റേ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കി കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങി വരാം. നമ്മൾ അവിടെ നിന്ന് പോരുമല്ലോ, ആ സമയത്ത് സാധനങ്ങൾ വാങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്ത് തരും. നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അവിടെ നിന്ന് മുട്ടയൊക്കെ വാങ്ങി വന്നു കേട്ടോ, ഓംലെറ്റ് കഴിക്കാനോ അല്ലെങ്കിൽ ബുൾസൈ അടിക്കാനൊക്കെ വിചാരിച്ച് അങ്ങനെ മുട്ട വാങ്ങി വന്നായിരുന്നു. ബ്രെഡ് നമ്മൾ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബിരിയാണി വെക്കണം അങ്ങനെയൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇതൊക്കെ വാങ്ങിയിട്ട് വരാം. പിന്നെ ആളെടുത്ത് നമുക്ക് പറയാം എന്താണ് ഫുഡ് വേണ്ടതെന്നുള്ളതൊക്കെ ഉള്ളത്. അപ്പം അവരതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കും. അവിടെ തന്നെ ഒരു അടുക്കളയുടെ ഒരു അപ്പൂപ്പനാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് നേരത്തെ തന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകണം കേട്ടോ. 3 നായുണ്ടോ? അതെ വെന്നു. ഇതൊക്കെടാ ഇത് പൂക്കളാണ് കേട്ടോ, രക്ഷയില്ലാത്ത. അതെ വെന്നു. ഇവിടേക്കൊരു 5 സ്റ്റാർ ഫെസിലിറ്റി ഒന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ വരരുത്. പറഞ്ഞിട്ട് 999 ആണ്. സാധാ ഫെസിലിറ്റീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓഫ് റോഡ് ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡ്. നമ്മളെ പിന്നാലെ ആൾക്കാരുണ്ട് കേട്ടോ, കണ്ടോ, 3 ആളുണ്ട്. അടിപൊളി, സൂപ്പർ. വേണ്ട വെള്ളം നമ്മള് നടന്നോട്ടെ വെള്ളച്ചാട്ടത്തിലേക്ക് പോണേ. ഇത് 1.5 കിലോമീറ്റർ, 1 കിലോമീറ്റർ കഷ്ടി ഉള്ളൂ എന്നാട്ടോ പറഞ്ഞേ വാട്ടർഫോളിലേക്ക്. വാട്ടർഫാൾ നമ്മൾ ഫോട്ടോയിൽ കണ്ടല്ലേ പരിചയമുള്ളൂ. നോക്കി നോക്കാം, അടിപൊളിയാവെന്ന് വിചാരിക്കുന്നു. ഈ കാണുന്നത് ഒരു വഴുതനങ്ങയാണ്. ഇത് ഇത്രയും വലിപ്പം വെക്കുള്ളൂ കേട്ടോ. ഇതുകൊണ്ട് നമ്മൾ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കും, തോരൻ വെക്കാൻ പറ്റും. നന്നായിട്ട് കഴുകി അതിൻ്റെ കട്ട കളഞ്ഞിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു വഴുതനങ്ങയാണ്. പിന്നെ ഈ കാണുന്ന മരം കടുക്കയാണ്. കുഞ്ഞുങ്ങൾക്ക് അരച്ചു കൊടുക്കുന്ന ഒരു കിറ്റിലൊക്കെ നമുക്ക് ഉണ്ടാവും ചെറിയൊരു കായ. മാത്രമല്ല ഇത് കൺമഷി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. ഇത് ഇടുമ്പോഴത്തേക്കും നല്ല ബ്ലാക്ക് കളർ കിട്ടും നമ്മുടെ ആ ഒരു കൺമഷിക്ക്. അതിൻ്റെ ആ ഒരു ഇലകളാണ് കേട്ടോ കാണുന്നത്. മരം നമുക്ക് പ്രത്യേകം എടുത്തറിയാൻ പറ്റും, ഒരു ബ്ലാക്ക് കളർ തടിയാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും. നമ്മുടെ പാർട്ട് 2-ൽ വെള്ളച്ചാട്ടവും അതിൻ്റെ കാഴ്ചകളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പാർട്ട് 2 അപ്ലോഡ് ആവുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ടാറ്റാ, ബൈ. ഇവിടെ നല്ല നടപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പൊക്ക് പട്ടി.